നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിന് മുമ്പിൽ നിക്ഷേപകർ രാപ്പകൽ സമരം ആരംഭിച്ചു. നിക്ഷേപത്തുകയും പലിശയും തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് സഹകാരി കൂട്ടായ്മ സമരം ആരംഭിച്ചത്. മുൻഗണനാക്രമത്തിൽ നിക്ഷേപം തിരികെ നൽകുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ഭരണസമിതി. പരാധീനതകൾക്ക് നടുവിൽ ശ്വാസം മുട്ടി കട്ടപ്പന KSRTC ഡിപ്പോ. ആവശ്യത്തിന് ജീവനക്കാരുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിന് നടുവിൽ പ്രവർത്തിക്കുന്ന ഡിപ്പോയെ സംരക്ഷിക്കാൻ അധികൃതർക്കാകുന്നില്ല. പരിമിതികൾ പരിഹരിക്കാൻ നിരവധി വാഗ്ദാനങ്ങൾ ഉണ്ടാകുമ്പോഴും അവ വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നത് നഷ്ടമില്ലാതെ പ്രവർത്തിക്കുന്ന ഡിപ്പോയെ പ്രതിസന്ധിയിലാക്കുന്നതിന് കാരണമാകും. കാഞ്ചാറിലെ 110 kV ലൈനുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിൽ നടന്ന യോഗത്തിൽ തീരുമാനമായി. നിർദ്ദിഷ്ട 110 kV ലൈൻ കടന്നുപോകുന്ന നിലവിലെ റൂട്ട് പുനഃപരിശോധിക്കും. വണ്ടിപ്പെരിയാർ CHCയോടുള്ള അവഗണനകളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന റിലേ ഉപവാസ സമരം 8ാം ദിവസം പിന്നിട്ടു. ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം ACC അംഗം അഡ്വക്കേറ്റ് DM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകൾ. ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിന് മുമ്പിൽ നിക്ഷേപകർ രാപ്പകൽ സമരം ആരംഭിച്ചു. നിക്ഷേപത്തുകയും പലിശയും തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് സഹകാരി കൂട്ടായ്മ സമരം ആരംഭിച്ചത്. നിക്ഷേപകരിൽ ഒരാൾ നിരാഹാര സമരവും അനുഷ്ഠിക്കുന്നു. മുൻഗണനാക്രമത്തിൽ നിക്ഷേപം തിരികെ നൽകുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ഭരണസമിതി പറഞ്ഞു. കള്ളക്കളികൾ അവസാനിപ്പിക്കുക. കോൺഗ്രസ് ഭരിക്കുന്ന ഇടുക്കി ഡീലേഴ്സ് സഹകരണ സംഘത്തിൽ നടന്ന വൻ ക്രമക്കേടുകളെയും സാമ്പത്തിക തിരിമറികളെയും സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നു. നെടുങ്കണ്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബാങ്കിന്റെ വിവിധ ശാഖകളിലായി 1000-ലധികം സഹകാരികൾ നിക്ഷേപിച്ചിട്ടുള്ള 29 കോടിയിലധികം രൂപയാണ് തിരികെ നൽകാനുള്ളത്. 300-ലധികം വായ്പകളിലായി 54 കോടിയിലധികം രൂപ മടക്കി ലഭിക്കാനുണ്ട്. നിക്ഷേപ സമാഹരണ യജ്ഞത്തിന്റെ ഭാഗമായി അടക്കം ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്താണ് നിക്ഷേപകരെ ആകർഷിച്ചത്. കർഷകരും സാധാരണ ദിവസവേതന ജോലിക്കാരുമാണ് നിക്ഷേപകരിൽ ഏറെയും. കാലാവധി അവസാനിച്ചിട്ടും നിക്ഷേപ തുകയോ പലിശയോ തിരികെ ലഭിക്കാതായതോടെയാണ് നിക്ഷേപകർ സമരം ആരംഭിച്ചത്. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും പണം തിരികെ നൽകുന്നില്ല. അവധി മാറ്റി പറഞ്ഞ് ബാങ്ക് കബളിപ്പിക്കുകയാണെന്ന് നിക്ഷേപകരുടെ ആരോപണം. ഇല്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല മോനെ, ഞാൻ എടുത്തിട്ടില്ല. ഞാൻ അവിടുന്ന് പെൻഷനായി വരുന്നത് 1919 നവംബർ 26-ാം തീയതിയാണ് ഞാൻ പെൻഷൻ ഇവിടെ വരുന്നത്. ഇത് 2020 തൊട്ടുള്ളതാണ്. ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് ഇവിടെ ചോദിച്ചില്ല ഇത് കേൾക്കുന്നത്. ഓരോരുത്തരുടെ നമ്പർ ഇത് വന്ന് അവിടെ ചെന്ന് എന്റെ മൊഴിയെല്ലാം എടുത്ത് അവർ അംഗീകരിച്ച് എന്നെ വിട്ടു. അപ്പം അത് കഴിഞ്ഞ് ഞാൻ സെക്രട്ടറിയെ കാണാൻ പോയി. സെക്രട്ടറിയെ വിളിക്കുമായിരുന്നു. വിളിച്ചപ്പം ഫോൺ ഞാൻ എടുത്തില്ല. പിന്നെ വേറൊരു നമ്പറിൽ എന്നെ തിരിച്ച് വിളിച്ചു. ഞാൻ പറഞ്ഞു സെക്രട്ടറിയോട് ഒരു കാര്യം ചോദിക്കാനാ, ഞാൻ എന്നാ ലോൺ എടുത്തെന്ന് ചോദിക്കുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്കൊരു അബദ്ധം പറ്റിയതാ, ഇവിടെ ചിട്ടി നടത്തുന്നുണ്ടായിരുന്നു. ആ ചിട്ടി പ്രശ്നം വന്നപ്പോ ഞാൻ ചേച്ചിയുടെ 5 ലക്ഷം രൂപ ചേച്ചിയുടെ ഒപ്പിട്ട് ഞാൻ എടുത്തതാന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അന്നേരം വഴക്ക് പറഞ്ഞു, നീ എന്നാ കൊള്ളരാജിയെ കാണിച്ചത്, ആരോടാ ചെയ്തേ, നിങ്ങൾ എന്താ പരിപാടി, എന്താ നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചപ്പം അവര് പറഞ്ഞു എന്നാന്നറിയാമോ? ഞാൻ പറഞ്ഞു ഞാൻ വക്കീലിനെ പറഞ്ഞിട്ടുണ്ട്, വക്കീലിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു, വക്കീൽ എന്നോട് പറഞ്ഞു നമുക്ക് സുപ്രീം കോടതിയിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അന്നേരം ആ സ്ത്രീ എന്നോട് പറയുക, സുപ്രീം കോടതി പോയാൽ എന്നെ തൂക്കിക്കൊല്ലാൻ പറ്റിച്ചാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു. വിവിധ ശാഖകളുടെ നേതൃത്വത്തിൽ വായ്പാ കുടിശ്ശിക തിരികെ പിടിക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമായി നടക്കുകയാണെന്നാണ് നിലവിലെ ഭരണസമിതിയുടെ വിശദീകരണം. നിക്ഷേപകർക്ക് മുൻഗണനാക്രമത്തിൽ പണം തിരികെ നൽകും. ഇതിനായി നിക്ഷേപകരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. അതേസമയം ബാങ്കിന് മുൻപ് നടന്ന തിരിമറികളിൽ സംബന്ധിച്ചുള്ള കേസുകളിൽ വ്യക്തമായ അന്വേഷണം നടക്കുന്നില്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ഭരണസമിതി ആരോപിച്ചു. 56 കോടി രൂപയുടെ വായ്പയാണ് നമുക്കുള്ളത്. തിരിഞ്ഞ് കിട്ടാനുണ്ട്. 29 കോടി രൂപ നമ്മൾ നിക്ഷേപം പലർക്കായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കാനുണ്ട്. 29 കോടി രൂപ ഉണ്ട്. അത് 29 കോടിയിലധികം ഉണ്ടായിരുന്നു. നമ്മുടെ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഏകദേശം ഒരു 4-4.5 കോടി രൂപയോളം നിക്ഷേപം ആൾക്കാർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് ഒരു സഹകരണ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സഹകരണ പാക്കേജ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലൊരു സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളതിനൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കുടിശ്ശിക പിരിവ് എല്ലാ ബ്രാഞ്ചിനും ഒരു ടാർഗറ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഈ കുടിശ്ശിക പിരിവ് വളരെ കൃത്യമായി നടത്തുന്നതിനും ആ കുടിശ്ശിക പിരിവിൻ്റെ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന പൈസ ഒരു പ്രയോറിറ്റി അനുസരിച്ച് ഈ നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കുന്നതിനുള്ള നടപടികളാണ് ബാങ്ക് സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് നിരവധിയായ കേസുകളും ക്രിമിനൽ നടപടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഇന്ന് ഭരണസമിതിയുടെ കാലത്ത് നടന്നതായി പറയപ്പെടുന്ന ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള
വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു, ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കുമളി ബ്രാഞ്ചിലെ മാനേജരായിരുന്ന വൈശാഖ് മോഹൻ എന്ന് പറഞ്ഞ ആൾ 1,48,00,000 രൂപയോളം ഒരു കൃത്രിമം നടത്തിയത് നമ്മൾ കണ്ടുപിടിക്കുകയും അതിന് നമ്മൾ കുമളി പോലീസിൽ ഒരു പരാതി കൊടുത്തു. പോലീസ് അത് ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറി. പക്ഷേ ആ കേസന്വേഷണമൊന്നും ഒരു ഊർജിതമായി മുന്നോട്ട് പോകുന്നില്ല. ഇത്തരം തട്ടിപ്പ് നടത്തുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈ ബാങ്കിൽ നിന്ന് നിയമവിരുദ്ധമായി ലോൺ എടുത്തിരിക്കുന്ന ആളുകളൊക്കെ ഇവിടെ പൈസ അടയ്ക്കാൻ തയ്യാറാകത്തുള്ളൂ. മുൻ കോൺഗ്രസ് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ 3.5 കോടിയിലധികം രൂപയുടെ തിരിമറി നടന്നതായി കണ്ടെത്തിയിരുന്നു. ഇതിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. മുൻ കുമളി മാനേജർ 1.25 കോടിയിലധികം രൂപ തട്ടിയെടുത്തതായി ചൂണ്ടിക്കാട്ടി നിലവിലെ ഭരണസമിതി നൽകിയ പരാതിയിലും അന്വേഷണം നടക്കുന്നുണ്ട്. പരാധീനതകൾക്ക് നടുവിൽ ശ്വാസം മുട്ടി കട്ടപ്പന KSRTC ഡിപ്പോ. ആവശ്യത്തിന് ജീവനക്കാരുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിന് നടുവിൽ പ്രവർത്തിക്കുന്ന ഡിപ്പോയെ സംരക്ഷിക്കാൻ അധികൃതർക്കാകുന്നില്ല. പരിമിതികൾ പരിഹരിക്കുവാൻ നിരവധി വാഗ്ദാനങ്ങൾ ഉണ്ടാകുമ്പോഴും അവ വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നത് നഷ്ടമില്ലാതെ പ്രവർത്തിക്കുന്ന ഡിപ്പോയെ പ്രതിസന്ധിയിലാക്കുന്നതിന് കാരണമാകും. നഷ്ടമില്ലാതെയും സർവീസുകളിൽ വിമർശനമില്ലാതെയും പ്രവർത്തിക്കുന്ന KSRTC ഡിപ്പോയാണ് കട്ടപ്പനയിലേത്. എന്നാൽ ഡിപ്പോയിലെ നിലവിലെ ഭൗതിക സാഹചര്യങ്ങൾ ഏറെ പരിതാപകരം. വാഹനങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് വർക്ക്ഷോപ്പിന് സ്ഥലമില്ല. ഒപ്പം വർക്ക്ഷോപ്പിൽ ആവശ്യത്തിന് ജീവനക്കാരോ ഉപകരണങ്ങളോ ഇല്ല. വാഹനങ്ങളുടെ അടിയിൽ കയറി പണികൾ നടത്താൻ റാമ്പില്ലാത്തത് വലിയ ബുദ്ധിമുട്ടാണ് ജീവനക്കാർക്ക് സൃഷ്ടിക്കുന്നത്. റാമ്പിന്റെ അഭാവത്തിൽ സർവീസ് കഴിഞ്ഞ് അറ്റകുറ്റപ്പണികൾക്കായി എത്തുന്ന വാഹനങ്ങളുടെ അടിയിൽ ചൂട് സഹിച്ചാണ് തൊഴിലാളികൾ പണിയെടുക്കുന്നത്. ഒപ്പം വിവിധ വർക്ക്ഷോപ്പ് ഉപകരണങ്ങളുടെ കുറവിൽ നട്ടം തിരിയുകയാണ് കട്ടപ്പന KSRTC ഡിപ്പോയിലെ വർക്ക്ഷോപ്പ്. മറ്റ് സ്ഥലങ്ങളിൽ ഓടി കാലപ്പഴക്കം ചെയ്ത് കണ്ടം ചെയ്ത വാഹനങ്ങൾ മലയോര മേഖലയായ കട്ടപ്പന ഡിപ്പോയിലേക്കാണ് തള്ളിവിടുന്നത്. അത് മെയിൻ്റെനൻസ് ചെയ്യാനുള്ള മെക്കാനിക്ക് ഇവിടെ ഇല്ല, മറ്റ് സംവിധാനങ്ങളില്ല. ഈ വാഹനങ്ങൾ ഏതാണ്ട് 50ഓളം വാഹനങ്ങൾ ഇപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യേണ്ടതാണ്. നമുക്ക് അന്വേഷിച്ചാൽ അറിയാം, രാത്രി കാലങ്ങളിൽ ഈ വാഹനങ്ങൾ മുഴുവൻ റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേറെ പരിമിതികളോട് അധപ്പതനത്തോടുകൂടി ഈ KSRTC ഡിപ്പോയെ മാറ്റുന്ന സർക്കാർ നിലപാടിന് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തും. മാത്രമല്ല, നമുക്കൊരു മന്ത്രിയുള്ള ജില്ലയാണ് നമ്മൾ. അദ്ദേഹം 24 മണിക്കൂർ ഇവിടെ വന്നിട്ട് പോകുന്നതാണ്. ഇത് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഗവൺമെൻറ് മന്ത്രി തന്നെ ഇവിടെ സന്ദർശിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ അദ്ദേഹം നേരിട്ട് ഇവിടെ എത്തി കാണണം ഈ KSRTC ഡിപ്പോയുടെ അവസ്ഥ. കാരണം ഇത് അന്തർ സംസ്ഥാന സർവീസ് ഉൾപ്പെടെ നടത്തുന്നൊരു ഡിപ്പോയാണ്. കാലിത്തൊഴുത്ത് ഇതിനേക്കാളും മാന്യമായിട്ടാണ് ആളുകൾ സൂക്ഷിക്കുന്നത്. അത്രയേറെ നിലവാരം പോലും ഈ ഗവൺമെൻറ് ഇതിനോട് പുലർത്താത്ത ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തും. ഡിപ്പോയിലെ ശുചിമുറികൾ പാടെ ഉപയോഗശൂന്യമാണ്. കൂടാതെ ജീവനക്കാർക്ക് താമസിക്കാൻ ആവശ്യത്തിന് ക്വാർട്ടേഴ്സ് സൗകര്യമില്ല. ഇതോടെ കയ്യിൽ നിന്നും പണം മുടക്കി ലോഡ്ജുകളിൽ താമസിക്കേണ്ട ഗതികേടിലാണ് ജീവനക്കാർ. ഡിപ്പോയിലേക്ക് കടന്നുവരുന്നവരെ സ്വീകരിക്കുന്നത് ചെളി നിറഞ്ഞ വഴികളാണ്. ഡിപ്പോയ്ക്കുള്ളിൽ മുഴുവൻ വലിയ വെള്ളക്കെട്ടുകളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. വാഹനങ്ങളുടെ ഗുണമേന്മയിലും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. 15 വർഷം പഴക്കമുള്ള വാഹനങ്ങളാണ് ഇവിടെയുള്ളത്. ബസ്സുകൾ ഡീസൽ നിറയ്ക്കാനുള്ള പമ്പ് സജ്ജീകരണങ്ങളും ഏറെ ശോചനീയാവസ്ഥ. വിവിധ ഉപകരണങ്ങൾ സൂക്ഷിക്കാൻ ഇടമില്ലാത്തതിനാൽ പലതും തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ഇത്തരത്തിൽ പരാധീനകൾ നാളുകളായി തുടരുമ്പോഴും വാഗ്ദാനങ്ങളും തുടരുകയാണ്. 2018 ഡിപ്പോയ്ക്ക് പിന്നിൽ വൻ മണ്ണിടിച്ചിലുണ്ടായതോടെ ഡിപ്പോയുടെ സ്ഥലം പാതിയായി കുറഞ്ഞു. തുടർന്ന് മണ്ണ് മാറ്റി സുരക്ഷയ്ക്കായി ഭീമൻ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കാൻ കോടികളാണ് മന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ വാഗ്ദാനം നൽകിയത്. എന്നാൽ നാളിതുവരെയായി നടപടിയില്ല. ഇതോടെ എപ്പോഴും അപകടം പതിയിരിക്കുന്നിടത്താണ് ഡിപ്പോ പ്രവർത്തിക്കുന്നത്. ഡിപ്പോയുടെ പരാധീനതകൾ അടിയന്തരമായി പരിഹരിക്കാൻ മന്ത്രിതലത്തിൽ നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. വണ്ടിപ്പെരിയാർ CHCയോടുള്ള അവഗണനകളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന റിലേ ഉപവാസ സമരം 8 ദിവസം പിന്നിട്ടു. INTUC പീരുമേട് റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപവാസ സമരത്തിന്റെ സമാപനം ACC അംഗം അഡ്വക്കേറ്റ് DM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. ഒരു പഞ്ചായത്ത് അംഗം പോലുമാകാത്ത വീണ ജോർജിനെ ആരോഗ്യവകുപ്പിന്റെ ചുമതലയേൽപ്പിച്ച CPM ആരോഗ്യമേഖലയുടെ കച്ചവട ലക്ഷ്യമാണ് ഉദ്ദേശിക്കുന്നതെന്നും ജില്ലയിലെ 11 ആശുപത്രികളിൽ അപ്ഗ്രേഡ് ചെയ്യുമെന്ന് പറഞ്ഞ CPM ജില്ലാ സെക്രട്ടറി നുണപ്രചരണമാണ് നടത്തുന്നതെന്നും EM അഗസ്തി പറഞ്ഞു. വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ സേവനങ്ങൾ കാര്യക്ഷമമാക്കുക, ആശുപത്രിയിലെ കിടത്തി ചികിത്സ പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആരംഭിച്ച റിലേ ഉപവാസ സമരം 8ാം ദിനം കടക്കുമ്പോൾ ജനകീയമാകുന്നു. INTUC പീരുമേട് റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 8ാം ദിനം നടന്ന റിലേ ഉപവാസ സമരത്തിന് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള പ്രകടനത്തോടെ തുടക്കമായി. പ്രകടനം വണ്ടിപ്പെരിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് മുൻപിലെ സമരപ്പന്തലിൽ എത്തിച്ചേർന്നതോടെ റിലേ ഉപവാസ സമരം ആരംഭിച്ചു. കേരള പ്ലാന്റേഴ്സ് വർക്കേഴ്സ് യൂണിയൻ INTUC വർക്കിംഗ് പ്രസിഡന്റ് M ഉദയസൂര്യൻ അധ്യക്ഷനായി.
DCC ജനറൽ സെക്രട്ടറി ആർ ഗണേശൻ സ്വാഗതം ആശംസിച്ചു. INTUC സംസ്ഥാന സെക്രട്ടറി PR അയ്യപ്പൻ റിലേ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെന്റ് ആശുപത്രികളിൽ ഡോക്ടർമാരെയും ആവശ്യത്തിന് ജീവനക്കാരെയും നിയമിക്കാതെ ഈ ഗവൺമെന്റ് ആശുപത്രികളെ തകർക്കുന്ന സമീപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നത് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവ് CV വർഗീസാണ്. അതിനെല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജാണ്. അങ്ങനെ വണ്ടിപ്പെരിയാറ്റിൽ സഹകരണ ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിച്ചു. വണ്ടിപ്പെരിയാറ്റിൽ സഹകരണ ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിച്ചു. വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് പാപ്പച്ചി വെട്ടിക്കാട്ട്, INTUC ജില്ലാ സെക്രട്ടറി ജോൺ B. തോമസ്, DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത്, നേതാക്കളായ രാജൻ കുഴുവൻമാക്കൽ, TM ഉമ്മർ, ഗീത നേശയ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വൈകുന്നേരം നടന്ന റിലേ ഉപവാസ സമരത്തിന്റെ സമാപന യോഗത്തിൽ M. ഉദയസൂര്യൻ അധ്യക്ഷനായി. AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി സമരം ഉദ്ഘാടനം ചെയ്തു. ഒരു പഞ്ചായത്ത് അംഗം പോലും ആവാത്ത വീണ ജോർജിനെ ആരോഗ്യവകുപ്പിന്റെ മന്ത്രിയായി നിയമിച്ചതിൽ ആരോഗ്യരംഗത്തെ കച്ചവടമാണ് CPM ലക്ഷ്യമിടുന്നതെന്നും ജില്ലയിലെ 11 ആശുപത്രികൾ അപ്ഗ്രേഡ് ചെയ്യുമെന്നും പറഞ്ഞ CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് നുണപ്രചാരണമാണ് നടത്തുന്നതെന്നും അഡ്വക്കേറ്റ് EM ആഗസ്തി പറഞ്ഞു. കാര്യശേഷിയില്ലാത്ത മന്ത്രിമാരെ മതി. KK ശൈലജ നമ്മുടെ എതിർസ്ഥാനത്ത് മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ പ്രാവശ്യം അവരായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി. അവരെ മാറ്റി ആദ്യമായി നിയമസഭയിലേക്ക് വന്ന യാതൊരു പരിചയമില്ലാത്ത, ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങൾ വഹിച്ചിട്ടില്ലാത്തൊരു പഞ്ചായത്ത് മെമ്പർ പോലുമായിട്ടില്ലാത്ത ഒരാളിനെ വകുപ്പിനെ ചുമതലയേൽപ്പിച്ചു. ആരോഗ്യവകുപ്പിന് സെൻസേഷനായ ഒരു വകുപ്പിനെ ചുമതലയേൽപ്പിച്ചു. അതെന്തിനേൽപ്പിച്ചു? മരുന്ന് വാങ്ങലും മരുന്ന് വിതരണവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി നടത്തുന്ന സ്ഥാപനങ്ങളാണ്. ഏറ്റവും അഴിമതി നടത്തുന്ന സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ്, കച്ചവടം നടത്താൻ വേണ്ടിയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യാതൊരു പരിചയമില്ലാത്ത വീണ ജോർജിനെയുള്ള ഒരാളിനെ മന്ത്രിയാക്കി ഈ സ്ഥാനത്ത് അവരോധിച്ചത്. വണ്ടിപ്പെരിയാർ ക്രിയേറ്റീവ് സ്വയം സഹായ ഭാരവാഹി പ്രസിഡന്റ് കുമാർ, സെക്രട്ടറി വില്യംസ്, കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട്, നേതാക്കളായ ബിജു ദാനിയൽ, വക്കച്ചൻ തുരുത്തിയിൽ, TC ബിജു, ബാബു അത്തിമൂട്ടിൽ, ശൈലജ ഹൈദ്രോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് INTUC പീരുമേട് റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് KA സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം അനുഷ്ഠിച്ച മുഴുവൻ ഭാരവാഹികൾക്കും നാരങ്ങാനീർ നൽകി ഉപവാസ സമരം അവസാനിപ്പിച്ചു. വാഴത്തോപ്പിൽ സ്വകാര്യ വ്യക്തിയുടെ പന്നിഫാമിൽ നിന്നും മാലിന്യം സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കുന്നതായി പരാതി. വാഴത്തോപ്പ് കൊക്കരക്കുളത്ത് പ്രവർത്തിക്കുന്ന പന്നിഫാമിനെതിരെയാണ് നാട്ടുകാർ രംഗത്ത് വന്നത്. ഫാം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ സമരമാരംഭിച്ചു. വാഴത്തോപ്പ് പഞ്ചായത്തിലെ കൊക്കരക്കുളത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന പന്നിഫാമിൽ നിന്നുള്ള മാലിന്യം ജലസ്രോതസ്സുകളിലേക്ക് ഒഴുക്കിവിടുന്നു എന്നാരോപിച്ചാണ് നാട്ടുകാർ സമരം ആരംഭിച്ചത്. പാൽക്കുളമേട്ടിൽ നിന്ന് ആരംഭിച്ച് കൊക്കരക്കുളം മച്ചോക്ക കവലയിലെത്തി പെരിയാറിൽ പതിക്കുന്ന മഞ്ഞപ്പാറ തോട്ടിലേക്കാണ് മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നത്. വേസ്റ്റ് കൊണ്ടുവന്ന് ഞങ്ങളുടെ വാതക്ക കൊണ്ടുവന്ന് തട്ടുക, കൃത്യം വാതക്കൽ കൊണ്ടുവന്ന് തട്ടി ഈ മണം അടിച്ചില്ല. എൻ്റെ മോനൊരു രോഗിയായി. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ പിന്നെ പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും സൊല്യൂഷനിലും എല്ലായിടത്തും പോയി, വ്യവസായ ഓഫീസിലെല്ലാം പോയി ഇവൻ ലൈസൻസ് മേടിക്കാൻ പറ്റും. ഓരോരുത്തരും ലൈസൻസ് കിട്ടി. ഇവൻ ലൈസൻസ് ഇല്ല. ഇവൻ ഫാം നടത്തുന്നത് പട്ടയമില്ല. പട്ടയമില്ലാത്ത സ്ഥലത്താണ് ഇവൻ ഫാം നടത്തുന്നത്. അങ്ങനെ ചെയ്യുന്ന അവനിപ്പോൾ അഹങ്കാരങ്ങളോട് ഞങ്ങളിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതൊരു മനുഷ്യരാണെങ്കിലും ഈ സാധനം ഇവൻ്റെ കൊണ്ടുപോകാനുള്ളൊരു മനസാക്ഷി കാണിക്കുമല്ലേ. ഈ ഫാമിന്റെ സമീപത്തെ കുഴിയിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ശക്തമായി മഴ പെയ്യുമ്പോൾ പൈപ്പിലൂടെ തോട്ടിലേക്ക് ഒഴുക്കിവിടുകയാണ് പതിവ്. നിരവധി തവണ പഞ്ചായത്തിനും ആരോഗ്യവകുപ്പിനും പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കൊക്കരക്കുളം ഭാഗത്ത് ഞങ്ങൾ താമസം തുടങ്ങിയിട്ട് 72 ഞങ്ങൾ താമസം തുടങ്ങിയത്. അന്നത്തെ അന്തരീക്ഷം എന്ന് പറയുമ്പം നല്ല ശുദ്ധവായുവും അതുപോലെ ശുദ്ധജലവും 150 വനത്തിൽ നിന്ന് വരുന്ന വെള്ളം കോരി കുളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒരു കാരണവശാലും ഞങ്ങൾക്ക് കുളിക്കാനോ കുടിക്കാനോ ശ്വസിക്കാനോ യാതൊരു നിർവാഹവും ഇല്ലാത്ത അവസ്ഥയാണ്. ഈ വെള്ളത്തിൽ കൂടെ പോകുന്നതെന്ന് പറഞ്ഞാൽ മഞ്ഞപ്പാറ ഇവിടെ മുതൽ 1-2 വാർഡുകളിൽ മഞ്ഞപ്പാറ കൂടുന്നത് 2-ാം വാർഡാണ്. ഈ 2-ാം വാർഡ് ഉൾപ്പെടുന്ന ഈ 2 വാർഡിലും കൂടി ഒഴുകി പോകുന്ന ഈ തോട് പെരിയാറ്റിലേക്കാണ് ചെന്ന് ചേരുന്ന അശോകവല. ആ അശോകവല അവിടം വരെ കരിയോയിൽ പോകുന്ന പോലെയാണ് മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ തോടിനോട് ചേർന്ന നിരവധി കുടിവെള്ള സ്രോതസ്സുകളുമുണ്ട്.
കൂടാതെ തുണി കഴുകുന്നതിനും കുളിക്കുന്നതിനും ഉൾപ്പെടെ ദൈനംദിന ആവശ്യങ്ങൾക്കായും ഈ തോടിനെ നാട്ടുകാർ ആശ്രയിക്കുന്നുമുണ്ട്. തോട്ടിലേക്ക് മാലിന്യം കലർന്നതോടെ പകർച്ചവ്യാധികൾ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. മാലിന്യങ്ങൾ കുടിവെള്ളത്തിൽ കൂടെയും വായു വളരെ ദുർഗന്ധമാണ്. അതുകൊണ്ട് ഇവിടെ ഒരു 100 വീട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കളക്ടറുടെ അടുത്ത് പോയി പറഞ്ഞു, അവിടുന്ന് നിർത്താൻ ഓർഡർ കൊടുത്തു, പഞ്ചായത്തിൽ കൊടുത്തു, ഹെൽത്തിൽ കൊടുത്തു, പൊല്യൂഷൻ ബോർഡിൽ നിന്നുള്ള അനുമതി അവനില്ല, വ്യവസായ കേന്ദ്രത്തിൽ നിന്നില്ല. ഇത് ഹൈക്കോടതി കേസ് വന്നു. ഈ ജൂലൈ ആഗസ്റ്റ് 23-ാം തീയതി അടച്ചു പൂട്ടാനുള്ള ഓർഡർ കോടതി കൊടുത്തിട്ടുണ്ട്. പട്ടയമില്ലാത്ത ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഫാമിനെതിരെ ആക്ഷേപങ്ങൾ നിരവധിയുണ്ടെങ്കിലും പണവും സ്വാധീനവും ഉപയോഗിച്ച് യാതൊരുവിധ അംഗീകാരവുമില്ലാതെ ഫാം നടത്തുകയാണ്. ക്യാൻസർ ഉൾപ്പെടെയുള്ള പല രോഗങ്ങളും ബാധിച്ച നിരവധി രോഗികൾ ഈ പ്രദേശത്ത് അധിവസിക്കുന്നുണ്ട്. ഫാമിൽ നിന്നും മാലിന്യം പുറത്തേക്കൊഴുക്കുന്നത് മൂലം കടുത്ത ഭീതിയിലാണ് നാട്ടുകാർ. പഞ്ചായത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ഭാഗത്തു നിന്ന് അടിയന്തര നടപടി ഉണ്ടാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. അടിമാലി താലൂക്ക് ആശുപത്രി പരിസരത്ത് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് നാടകീയ രംഗങ്ങൾ. ആശുപത്രി കോമ്പൗണ്ടിന് പുറത്ത് ട്രാഫിക് പോലീസ് യൂണിറ്റിന് സമീപമുള്ള സ്ഥലത്തിട്ടായിരുന്നു ആശുപത്രിയുടെ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി ആവശ്യമുള്ള ഇരുമ്പ് കമ്പികൾ മുറിക്കുന്നതുൾപ്പെടെയുള്ള ജോലികൾ നടത്തി വന്നിരുന്നത്. ആശുപത്രി കോമ്പൗണ്ടിനെയും പുറത്തെ ഭൂമിയെയും വേർതിരിക്കുന്ന മതിൽ മുൻപ് ഇടിഞ്ഞു പോവുകയും അടുത്തിടെ ആശുപത്രി അധികൃതർ അത് പുനർനിർമ്മിക്കുകയും ചെയ്തിരുന്നു. ഈ ഭാഗത്ത് ആശുപത്രി അധികൃതർ നിർമ്മിച്ച വാതിൽ പോലീസ് അടച്ചതാണ് നാടകീയ സംഭവങ്ങൾക്ക് വഴിയൊരുക്കിയത്. അടിമാലി താലൂക്ക് ആശുപത്രിയുടെ ഭാഗമായി പുതിയ കെട്ടിട നിർമ്മാണം നടക്കുന്നു. ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ സ്ഥലപരിമിതിയുള്ളതിനാൽ നിർമ്മാണത്തിനായി ആവശ്യമായ കമ്പികൾ കൊണ്ടിറക്കുകയും മുറിക്കുകയും ചെയ്യുന്നത് ആശുപത്രി കോമ്പൗണ്ടിന് പുറത്തുള്ള അടിമാലി ട്രാഫിക് പോലീസ് യൂണിറ്റിന് സമീപമുള്ള സ്ഥലത്താണ്. ആശുപത്രി കോമ്പൗണ്ടിനെയും പുറത്തെ ഭൂമിയെയും വേർതിരിക്കുന്ന മതിൽ മുമ്പ് ഇടിഞ്ഞു പോവുകയും അടുത്തിടെ ആശുപത്രി അധികൃതർ അത് പുനർനിർമ്മിക്കുകയും ചെയ്തിരുന്നു. മതിലിന്റെ ഭാഗമായി പുറത്തേക്കൊരു വാതിൽ നിർമ്മിച്ചു. ഈ വാതിൽ പോലീസ് അടച്ചതാണ് നാടകീയ രംഗങ്ങൾക്ക് വഴിയൊരുക്കിയത്. അടിമാലി താലൂക്ക് ഹോസ്പിറ്റലിൽ പുതിയ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 2 വർഷക്കാലമായി ആ പണി നടക്കുന്നു. ഇപ്പോൾ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ അനുബന്ധ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി സൗകര്യമില്ലാത്തതുകൊണ്ട് തൊട്ട് ചേർന്നുള്ള റവന്യൂ തരിശ് ഭൂമിയിലാണ് ഇപ്പോൾ കമ്പി മുറിക്കുന്ന ഉൾപ്പെടെയുള്ള മിഷനറി ഇറക്കി വെച്ചത് എല്ലാം. ഈ 2 വർഷക്കാലം അവിടെ പണി നടന്നുകൊണ്ടിരിക്കും. ഇന്ന് രാവിലെ ഞങ്ങൾ ദേവികുളത്ത് താലൂക്ക് വികസന സമിതി യോഗം ചേർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നത് ഈ അങ്ങോട്ട് പണിതുകൊണ്ടിരുന്ന പണി നിർത്തിവെപ്പിച്ചുകൊണ്ട് ഈ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലേക്ക് കയറുന്ന വഴി അടച്ചു പോലീസ് എന്നുള്ളത്. അതറിഞ്ഞാണ് വികസന സമിതി യോഗത്തിൽ ഞങ്ങൾ ഈ വിഷയം ഉന്നയിക്കുകയും ഉടൻ തന്നെ സമിതി യോഗം കഴിഞ്ഞപ്പോൾ തന്നെ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്ഥലത്ത് സന്ദർശിക്കുകയും ആ വഴി തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് HMC മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്തിലെ ആളുകളും ചേർന്നിട്ടാണ് ഇപ്പോൾ ഈ തടസ്സം മാറ്റിയത്. ഇനിയും ഈ പണി പൂർത്തീകരിക്കാൻ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം മതി. അപ്പോൾ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് പണി പൂർത്തീകരിച്ച് മാറ്റുന്നവരെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരണമെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാതിൽ അടച്ചതോടെ ആശുപത്രി കോമ്പൗണ്ടിന് പുറത്തു കിടന്നിരുന്ന സാധന സാമഗ്രികൾ നിർമ്മാണ സ്ഥലത്തേക്ക് എത്തിക്കാൻ വഴിയില്ലാതായെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എത്തി പോലീസ് അടച്ച വാതിൽ തുറന്നു. സംഭവത്തെ തുടർന്ന് ദേവികുളം തഹസിൽദാറും സ്ഥലത്തെത്തിയിരുന്നു. നിർമ്മാണ സാമഗ്രികൾ ആശുപത്രി കോമ്പൗണ്ടിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മതിലിന് വാതിൽ തീർത്തതെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. ഈ ഭൂമി തങ്ങളുടേതാണെന്നും മതിലിന് മുൻപില്ലാതിരുന്ന വാതിൽ ആശുപത്രി അധികൃതർ ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് ദുരുദ്ദേശപരമായിട്ടാണെന്നും പോലീസ് പറഞ്ഞു. കാഞ്ചാറിലെ 110 kV ലൈനുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിൽ നടന്ന യോഗത്തിൽ തീരുമാനമായി. നിർദ്ദിഷ്ട 110 kV ലൈൻ കടന്നുപോകുന്ന നിലവിലെ റൂട്ട് പുനഃപരിശോധിക്കും. കാഞ്ചിയാർ മേഖലയിലൂടെയുള്ള 110 kV ലൈൻ വലിക്കലുമായി ബന്ധപ്പെട്ട് ജനവാസ മേഖലയെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കർഷക സമിതി നിവേദനം നൽകിയിരുന്നു. തുടർന്ന് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിൽ നടന്ന യോഗത്തിൽ തീരുമാനമായി. ഓഗസ്റ്റ് 15-ന് മുൻപായി റൂട്ട് പുനഃപരിശോധിക്കാനും വനവകുപ്പിന്റെയും വൈദ്യുതി വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ റൂട്ടിനുള്ള രൂപരേഖയുടെ സാധ്യത പരിശോധിക്കാനും തീരുമാനമെടുത്തു. യോഗത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി.
ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, എം മണി MLA, CB വർഗീസ്, K സലിംകുമാർ, ജോസ് പാലത്തിനാൽ, അനിൽ കൂവപ്ലാക്കൽ, സുരേഷ് കുഴിക്കാട്ട്, VV ജോസ്, അഭിലാഷ് മാത്യു, വർക്കി കൂമ്പങ്കൽ, ജോബ് ജോൺ, കുര്യാച്ചൻ വേലമ്പറമ്പിൽ, ബൈജു പൂവക്കോട്ട്, വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പണക്കൊതി കൊണ്ട് കട്ടപ്പന നഗരസഭ വ്യാപാരദ്രോഹ നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് വ്യാപാരി വ്യവസായി സമിതി. അന്യസംസ്ഥാന വസ്ത്രക്കച്ചവടക്കാർക്ക് ചെറുകിട വിൽപ്പന നടത്താൻ കട്ടപ്പന ടൗൺ ഹാൾ വാടകയ്ക്ക് നൽകിയതിനെതിരെ വ്യാപാരി വ്യവസായി സമിതി കുത്തിയിരിപ്പ് പ്രതിഷേധം സംഘടിപ്പിച്ചതോടെ അനധികൃത വ്യാപാരം അവസാനിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ മുതലാണ് ആന്ധ്ര സ്വദേശമായിട്ടുള്ള വസ്ത്രവ്യാപാരികൾ കട്ടപ്പന ടൗൺ ഹാൾ വാടകയ്ക്കെടുത്ത് ചെറുകിട കച്ചവടം ആരംഭിച്ചത്. തെരുവോര കച്ചവടങ്ങൾക്കെതിരെ നിരവധി തവണ പരാതി നൽകിയതിനെ തുടർന്ന് മുൻപ് തെരുവോര കച്ചവടങ്ങളെല്ലാം നഗരസഭ വിലക്കിയിരുന്നു. അതിനു തൊട്ടുപിന്നാലെയാണ് ഇപ്പോൾ നഗരസഭയുടെ അനുമതിയോടെ കട്ടപ്പന ടൗൺ ഹാളിൽ വസ്ത്രവ്യാപാരം നടത്തിയത്. ഇതിനെതിരെ വ്യാപാരി വ്യവസായി സമിതി പ്രതിഷേധവുമായി രംഗത്ത് വന്നു. കച്ചവടത്തിനെതിരെ ടൗൺ ഹാളിന്റെ പടിക്കൽ കുത്തിയിരുന്ന് സമരം സംഘടിപ്പിച്ചു. മുനിസിപ്പാലിറ്റിയുടെ വ്യാപാരദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക. നഗരസഭ പണക്കൊതി കൊണ്ട് വ്യാപാരദ്രോഹ നടപടികൾ തുടരുകയാണെന്ന് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പറഞ്ഞു. വഴിയോര കച്ചവടത്തിനെതിരെ കേരള വ്യാപാരി വ്യവസായി സമിതി നിരന്തരമായിട്ട് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ പരാതി അറിയിക്കുകയും ആ വഴിയോര കച്ചവടം പരിപൂർണമായിട്ട് അവസാനിപ്പിച്ചതായിട്ട് കട്ടപ്പന മുനിസിപ്പാലിറ്റി വ്യാപാരി വ്യവസായി സമിതിക്ക് അതിന് കത്ത് നൽകുകയും ചെയ്തതാണ്. അതിനുശേഷവും ഇതുപോലെ ഈ കുത്തകകളായിട്ടുള്ള അന്യസംസ്ഥാന മാഫിയകൾ അവർ പല രീതിയിലുള്ള വ്യാപാര രീതികളുമായിട്ട് മുമ്പോട്ട് കടന്നു വരുമ്പോൾ അതിന് യാതൊരുവിധ നിയമത്തിൻ്റെ പിൻബലവും ഇല്ലാതെ വ്യാപാര ലൈസൻസുകളോ GST രജിസ്ട്രേഷനുകളോ അനുബന്ധ രേഖകളോ ഒന്നുമില്ലാതെ പഴയതും പുതിയതുമായിട്ടുള്ള വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിലും വ്യാപാരം നടത്തുന്നു. ഇത് പല വിധത്തിലും മുനിസിപ്പാലിറ്റിയെ അറിയിക്കുകയും അതിന് നടപടി സ്വീകരിക്കാവുന്ന മുനിസിപ്പാലിറ്റിയെ അറിയിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചത് കട്ടപ്പന ടൗൺ ഹാള് കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ പണക്കൊതി, അമിതമായിട്ടുള്ള പണക്കൊതി കൊണ്ട് അവരത് വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് ഒരു തെരുവോര കച്ചവടത്തിൻ്റെ മറ്റൊരു രൂപത്തിൽ ഒരു വ്യാപാരം ഇന്നിവിടെ തുടങ്ങുകയുണ്ടായി. അത് ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന് പലയിടത്തു നിന്നായിട്ട് കളക്ട് ചെയ്യുന്ന, അതായത് ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്കെന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെട്ട് വാങ്ങിക്കുന്ന സാധനങ്ങൾ അത് റീവാഷ് ചെയ്ത് യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് വ്യാപാരം നടത്തും. ഇത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നടപടിയാണ്. യാതൊരുവിധ രേഖയുമില്ലാതെ ഗുണമേന്മയില്ലാത്ത തുണിത്തരങ്ങളാണ് ഇവിടെ കച്ചവടം നടത്തിയത്. ഇത് ജനങ്ങളെ കബളിപ്പിക്കുന്ന വ്യാപാരം കൂടിയാണ്. നഗരസഭ ഇത്തരത്തിലെ നിലപാട് തുടർന്നാൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് വ്യാപാരികൾ പറഞ്ഞു. കുത്തിയിരിപ്പ് സമരത്തിൽ KTGF ജില്ലാ പ്രസിഡന്റ് VA അൻസാരി, സമിതി യൂണിറ്റ് ട്രഷറർ PJ കുഞ്ഞുമാൻ, സമിതി ജില്ലാ കമ്മിറ്റി അംഗം GS ഷിനോജ്, ആൽബിൻ തോമസ്, MR അയ്യപ്പൻകുട്ടി, PK സജീവ്, M ജഹാംഗീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പനയിലെ ചെറുകിട വ്യാപാരികളെ അവഗണിക്കുന്ന നഗരസഭയുടെ നിലപാടിനെതിരെ വ്യാപാരി വ്യവസായി സമിതി രംഗത്ത്. വ്യാപാരി ദ്രോഹ നയങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ ഈ മാസം 18-ന് നഗരസഭാ കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ചിനൊരുങ്ങുകയാണ് വ്യാപാരികൾ. കട്ടപ്പനയിലെ ചെറുകിട വ്യാപാരികൾക്ക് അനുകൂലമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ കട്ടപ്പന നഗരസഭ പരാജയപ്പെടുന്നുവെന്ന് വ്യാപാരി വ്യവസായി സമിതി. തിരക്കേറെയുള്ള പുതിയ ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡ്, മത്സ്യ മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള റോഡുകൾ നവീകരിക്കാത്തതടക്കം വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുവാനാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ തീരുമാനം. സമിതിയുടെ നിരന്തര പരാതിയുടെ അടിസ്ഥാനത്തിൽ വഴിയോര കച്ചവടം നഗരസഭ നിരോധിച്ചിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ പരിശോധനകൾ നടത്തിയതല്ലാതെ പിന്നീട് കാര്യക്ഷമമായ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും സമിതി നേതാക്കൾ കുറ്റപ്പെടുത്തി. ഇതര സംസ്ഥാനക്കാർ ടൗണിൽ നടത്തുന്ന ലഹരി കച്ചവടം നിർത്തലാക്കുവാനോ നിയന്ത്രിക്കുവാനോ നഗരസഭയ്ക്ക് കഴിയുന്നില്ല. പുതിയ ബസ് സ്റ്റാൻഡിൽ നഗരസഭ ലേലം ചെയ്തു നൽകിയ കടമുറികളിൽ കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ജലസേചന സൗകര്യം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ഇതുവരെ നടപ്പാക്കിയില്ല. ഇതര സംസ്ഥാനക്കാരായ വസ്ത്രക്കച്ചവടക്കാർക്ക് ടൗൺ ഹാൾ വാടകയ്ക്ക് കൊടുത്തത് വഴിയോര കച്ചവടം നിരോധിച്ച നഗരസഭയുടെ ഇരട്ടത്താപ്പ് നയമാണെന്നും വ്യാപാരി വ്യവസായി സമിതി ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് വിമർശിച്ചു. വ്യാപാരികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ട ഒരു ഭരണസ്ഥിരാ കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അറിയിച്ചു കഴിയുമ്പം ഒരു പരിഹാര മാർഗങ്ങൾ ഉണ്ടാകാത്തത്, അത് ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ സംബന്ധിച്ച് അംഗീകരിച്ച് ഇനിയും മുമ്പോട്ട് പോകാൻ പറ്റുന്ന കാര്യമല്ല. അത് ഇപ്പോൾ കട്ടപ്പന നഗരസഭയുടെ
റോഡുകൾ, അതായത് പുതിയ സ്റ്റാൻഡ്, പഴയ സ്റ്റാൻഡ്, അതുപോലെ കട്ടപ്പന പച്ചക്കറി മാർക്കറ്റ്, മത്സ്യ മാർക്കറ്റ്, ഈ റോഡുകളുടെ എല്ലാം പ്രശ്നങ്ങൾ നമ്മൾ പല പ്രാവശ്യം കട്ടപ്പന മുനിസിപ്പാലിറ്റി അറിയിക്കണ്ടായി. അത് പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ പോലും പല കാലങ്ങളായിട്ട് നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കമ്പികൾ തെളിഞ്ഞും യാത്രക്കാർ തട്ടി വീഴുന്നതും അപകടകരമായിട്ടുള്ളൊരവസ്ഥ. അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ടുകൾ ഉണ്ടായിട്ട് അവിടുന്ന് ചെളി തെറിച്ച് ഈ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളുടെ അടക്കം ചെളി തെറിക്കുകയും അവർക്കുണ്ടാകുന്ന വ്യാപാര നഷ്ടങ്ങളെപ്പറ്റിയും ബോധിപ്പിച്ചിരുന്നു. അപ്പോൾ ഇതിനെല്ലാം പരിഹാരം കാണാം എന്നുള്ള രീതിയിൽ അടിയന്തരമായിട്ട് അത് ടാറിങ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ മുനിസിപ്പാലിറ്റി പല പ്രാവശ്യം അറിയിച്ചു. എന്നാൽ നാളിതുവരെ അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇതിൻ്റെ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ അത് വ്യാപാരി വ്യവസായി സമിതിയെ സംബന്ധിച്ച് ഇനിയും ഈ ഒരു നിലപാടുമായിട്ട് എന്നും നമ്മൾ പരാതികളുമായിട്ട് മുനിസിപ്പാലിറ്റി ചെല്ലുക എന്ന് പറയുന്നത് സംഘടനയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പലതരത്തിലും പല പ്രാവശ്യവും ഇതിനെപ്പറ്റി കാര്യങ്ങൾ ഉന്നയിച്ചിട്ടും അതിന് പരിഹാരം ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ഈ വഴിയോര കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വ്യാപാരി വ്യവസായി സമിതി നിരന്തര പരാതികൾ കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കുകയും അതിനുശേഷം കട്ടപ്പന നഗരസഭാ പരിധിക്കുള്ളിൽ വഴിയോര കച്ചവടങ്ങൾ പരിപൂർണമായിട്ട് നിരോധിച്ചു എന്ന് പറഞ്ഞ് വ്യാപാരി വ്യവസായി സമിതിക്ക് അതിൻ്റെ ഒരു കത്ത് തരികയും ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ ഒരു സ്ക്വാഡ് വർക്കുകളോ ഇതിൻ്റെ സൈൻ ബോർഡുകൾ അതായത് ബോർഡുകൾ സ്ഥാപിച്ച് ഇങ്ങനൊരു വഴിയോര കച്ചവടം നിരോധിച്ചു എന്നുള്ള നിലയ്ക്കുള്ള ഒരു ബോർഡുകളോ അറിയിപ്പുകളോ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇത് വളരെ ഒരു നാടകം മാത്രമായിട്ട് അവസാനിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകും. വ്യാപാരി ദ്രോഹ നയങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ 18-ന് നഗരസഭാ കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും സംഘടനാ നേതാക്കൾ പറഞ്ഞു. കട്ടപ്പനയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ യൂണിറ്റ് ട്രഷറർ PJ കുഞ്ഞുമോൻ, ജില്ലാ കമ്മിറ്റി അംഗം GS ഷിനോജ്, MR അയ്യപ്പൻകുട്ടി, ആൽബിൻ തോമസ്, PK സജീവൻ, M ജഹാംഗീർ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന സ്റ്റേറ്റ് ബാങ്ക് ഇടുക്കിക്കവല ബൈപ്പാസിലേക്കുള്ള ലിങ്ക് റോഡിൽ അപകടം തുടർക്കഥയാവുന്നു. തിങ്കളാഴ്ച രാവിലെ മിനി വാൻ അപകടത്തിൽപ്പെട്ട് മണിക്കൂറുകളോളം ഇവിടെ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടിരുന്നു. കട്ടപ്പന ടൗണിലെ ഏറ്റവും മോശമായ ലിങ്ക് റോഡാണിത്. വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന റോഡിലെ വൻ ഗർത്തങ്ങൾ ഭീഷണി സൃഷ്ടിക്കുന്നു. ഈ വളരെയധികം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു വഴിയാണിത്. കാരണം ടൗൺ ഹാളിലേക്ക് പോകാനുള്ള ആളുകൾ, IT-യിൽ പഠിക്കുന്ന കുട്ടികൾ, ഗവൺമെൻറ് കോളേജിലെ കുട്ടികൾ, പിന്നെ താഴെ ഒരു ഓർത്തോയുടെ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ പോകുന്ന ഒത്തിരി രോഗികളൊക്കെ ഇതിലെ കടന്നു പോകുന്നൊരു വഴിയാണ്. അതുപോലെ തന്നെ ഒത്തിരി വാഹനങ്ങൾ ഇവിടെ വന്ന് അപകടത്തിൽപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ടൗണിൽ നിന്ന് തിരക്കുണ്ടാകുമ്പോഴും അതുപോലെ തന്നെ ബ്ലോക്ക് ആകുമ്പോഴൊക്കെ വളരെയധികം വാഹനങ്ങൾ ഇതിലെ കടന്നു പോകുന്ന വഴിയാണ്. കട്ടപ്പന മുനിസിപ്പാലിറ്റി ഇത്രയും മോശം വഴി ഒരിടത്തും കണ്ടിട്ടില്ല. കാരണം അധികൃതരുടെ ഒരു അവഗണനയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. കാരണം കുറേ നാളുകളായിട്ട് തകർന്നു കിടന്ന് പലപ്പോഴും പരാതി കൊടുക്കുകയും പിന്നെ ആളുകളെ അധികാരസ്ഥാനത്തെ കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുള്ളതാണ്. പക്ഷേ അവരത് തിരിഞ്ഞു നോക്കാറില്ല. തിങ്കളാഴ്ച രാവിലെ മിനി വാൻ കുഴിയിൽ വീണ അപകടത്തിൽപ്പെട്ടതോടെ വലിയ ഗതാഗതക്കുരുക്കുണ്ടായി. കട്ടപ്പന സ്റ്റേറ്റ് ബാങ്ക് ഭാഗത്തു നിന്നും ഇടുക്കിക്കവല ബൈപ്പാസിലേക്കുള്ള റോഡിലാണ് അപകടങ്ങൾ പതിയിരിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികളടക്കം നിരവധി കാൽനടയാത്രക്കാരും ചെറുവാഹനങ്ങളും കടന്നുപോകുന്ന റോഡിൽ കുഴിയിൽ വീണാണ് അപകടങ്ങൾ ഉണ്ടാവുന്നത്. എല്ലാ ദിവസവും തന്നെ ഇതുവഴി സ്ഥിരമായിട്ട് പോകുന്ന ഒരു റോഡാണിത്. ഈ റോഡിങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ ഇതുവഴി തെന്നി വീഴുകയൊക്കെ ചെയ്തു. പിന്നെ വണ്ടി ചെറുതായിട്ടൊന്ന് അപകടത്തിൽപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് എത്രയും വേഗം നന്നാക്കി തരണമെന്ന്. ടൗണിൽ തിരക്കേറുമ്പോൾ ഈ റോഡിനെയാണ് ഏവരും ആശ്രയിക്കുന്നത്. കൂടാതെ നിരവധി വീട്ടുകാരും ഇതുവഴി കടന്നു പോകുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ശോചനീയാവസ്ഥ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമ്മുടെ കട്ടപ്പനയിൽ ഒരു സമ്മേളനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിരക്കിട്ട ഒരു പരിപാടി, അല്ലെങ്കിൽ പോട്ടെ ഒരു ആശുപത്രി എമർജൻസി കേസ്, ഇവിടെ താഴെ ഒരു മിനി ക്ലിനിക്കുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ വരുന്ന ഒരു അത്യാവശ്യക്കാരെന്ന നിലയിൽ നമ്മൾ അവരുടെ ഒരു പക്ഷത്ത് നിന്ന് ചിന്തിച്ച് നോക്കാം. ഇത് ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഒരു എമർജൻസി സിറ്റുവേഷനിൽ വരുമ്പോഴത്തേനും ഇവിടുന്ന് ഉറപ്പായിട്ടും ഈ വണ്ടി തിരിച്ച് റിവേഴ്സ് എടുത്ത് പോകാന്നുള്ള കാര്യം ഒരു രീതിയിലും പ്രാപ്തിയാവുന്ന കാര്യമല്ല. അതിനാൽ നിങ്ങൾ ഈ ഒരു റോഡിന്റെ ദയനീയാവസ്ഥ ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാകും. ഇത് ഒന്ന് കണക്കിലെടുത്തുകൊണ്ട് ഇത് ഒത്തിരി പ്രാവശ്യമായിട്ട് ഞങ്ങൾ ഈ ഒരു പ്രശ്നത്തിന് ഞങ്ങൾ പരിഹാരം തേടിക്കൊണ്ടിരിക്കുന്ന. വീതി കുറഞ്ഞ റോഡിൽ രൂപം കൊണ്ട വലിയ ഗർത്തത്തിൽ വീണ നിരവധി ഇരുചക്ര വാഹന യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇതുവഴി വന്ന കാർ കുഴിയിൽപ്പെട്ടിരുന്നു. ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. ഏറെ പ്രയോജനകരമായ ഈ റോഡ് എത്രയും വേഗം യാത്രായോഗ്യമാക്കാത്ത പക്ഷം പ്രത്യക്ഷ സമര പരിപാടികൾക്കൊരുങ്ങുകയാണ് പ്രദേശവാസികൾ.
ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പനയുടെ 2024-25 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു. ഇൻസ്റ്റാളിംഗ് ഓഫീസർ കെ ബി ഷൈൻകുമാർ സ്ഥാനാരോഹണ കർമ്മം നടത്തി അധികാരം നൽകി. സെൻസ് കുര്യൻ പ്രസിഡന്റായും ജെബിൻ ജോസ് സെക്രട്ടറിയായും കെ ശശിധരൻ ട്രഷററായും ചാർജ് എടുത്തു. ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പനയുടെ 2024-25 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്നു. കട്ടപ്പനയിലെ വിവിധ സേവന പദ്ധതികൾ നടപ്പിലാക്കുന്ന ക്ലബിന്റെ 44ാമത് പ്രസിഡന്റായി സെൻസ് കുര്യനും സെക്രട്ടറിയായി ജെബിൻ ജോസും ട്രഷററായി കെ ശശിധരനും ചാർജ് എടുത്തു. ഭരണസമിതിയിലേക്കുള്ള മറ്റംഗങ്ങളുടെ ചാർജ് എടുപ്പുകളും നടന്നു. ഇൻസ്റ്റാളിംഗ് ഓഫീസർ കെ ബി ഷൈൻകുമാർ സ്ഥാനാരോഹണ കർമ്മം നടത്തി. പ്രതിസന്ധികളെ അതിജീവിക്കുന്ന ഒരു നാട് എന്ന രീതിയിൽ എങ്ങനെയാണ് പ്രതിസന്ധികളെ അതിജീവിക്കുന്നത് എന്ന വലിയ ഒരു ചിന്തയുള്ള ആളുകളുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. സംഘടിത ബലമാണ് നിങ്ങളുടെ പ്രതിസന്ധികളുടെ ശക്തി. ആവശ്യമുള്ളവർക്ക്, ആവശ്യക്കാർക്ക് നേതൃത്വം കൊടുക്കുവാനും പിന്തുണ അർപ്പിക്കുവാനും സഹായഹസ്തങ്ങൾ ചെയ്യുവാനും നല്ലവരായ നമ്മൾ എന്നും ഉണ്ടാവും എന്നുള്ള വലിയ ഒരു ശുഭപ്രതീക്ഷ വരുന്ന ഒരിടമാണ് ഹൈറേഞ്ചുകളിൽ സംശയമില്ല. കഴിഞ്ഞ മുൻകാലങ്ങളിലെല്ലാം തന്നെ ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പനയുടെ പ്രവർത്തനം ഏറ്റവും മികച്ചതായി മാറി. പ്രത്യേകിച്ച് ഈ വർഷം 28 അവാർഡുകൾ വാങ്ങി ഡിസ്ട്രിക്റ്റിൽ തന്നെ ചരിത്രമുണർത്തുവാൻ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഷാജി ജോസഫിനും അതുപോലെ ബെസ്റ്റ് സെക്രട്ടറി ജോസഫ് ജോളിയും അത് പി ജെ ജോസഫും കർഷകരൊക്കെ സാധിച്ചതിൽ ഒരു നല്ല കൈകാര്യം കൊടുക്കുന്നത് വിഹിതമായിരുന്നു. കോൺഫിഡൻസ് ആൻഡ് ലവ്. ഓക്കെ, നിങ്ങളുടെ അധികാരത്തിന്റെ ചിഹ്നം നിങ്ങൾക്ക് ഞാൻ കൈമാറ്റം ചെയ്യുന്നു. ഈ ക്ലബിന്റെ വിശ്വസ്തതയും ഈ ക്ലബിന്റെ ധൈര്യവും ഈ ക്ലബിന്റെ കോൺഫിഡൻസും എല്ലാം നിങ്ങളുടെ ഈ ചിഹ്നത്തിലാണ്. ഇത് സ്വീകരിക്കുക. ഏറ്റവും ഭംഗിയായ ഒരു ക്ലബ്, ഒരു ഇയർ, ഡൈനസ്റ്റിക് ഇയർ നിങ്ങളിലൂടെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഐ ആം ഹാൻഡിംഗ് ഓവർ ദിസ് ഗാലറി. ജില്ലാ സർവീസ് പ്രൊജക്ടിന്റെ ഉദ്ഘാടനം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ശ്രീജിത്ത് ഉണ്ണിത്താൻ നിർവഹിച്ചു. ക്ലബ് സർവീസ് പ്രൊജക്ട് ഉദ്ഘാടനം റീജിയണൽ ചെയർമാൻ രാജീവ് ജോർജ് നിർവഹിച്ചു. ഭവനരഹിതർക്കുള്ള പാർപ്പിട പദ്ധതി, ബസ് കാത്തിരിപ്പ് കേന്ദ്രം, ജൈവ പച്ചക്കറി കൃഷി, ഓട്ടോറിക്ഷ ഫസ്റ്റ് എയ്ഡ് കിറ്റ് തുടങ്ങിയ നിരവധി സേവന പദ്ധതികളാണ് ഈ വർഷം ക്ലബ്ബ് വിഭാവനം ചെയ്തിരിക്കുന്നത്. പരിപാടിയിൽ ലയൺസ് ക്ലബിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പനയിലെ മുഴുവൻ അംഗങ്ങളും പങ്കെടുത്തു. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെ 2024-25 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സർവീസ് പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവും നടന്നു. ജിതിൻ കൊല്ലംകുടി പ്രസിഡന്റായും അഖിൽ വിശ്വനാഥൻ സെക്രട്ടറിയായും ജോസുകുട്ടി പൂത്തുമൂട്ടിൽ ട്രഷററായും ചുമതലയേറ്റു. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെ 2024-25 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സർവീസ് പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവും നടന്നു. ക്ലബിന്റെ ഈ വർഷത്തെ സിഗ്നേച്ചർ തീമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് തോട്ട്സ് ആണ്. നല്ല ചിന്തകളിൽ നിന്നും ഉയർന്നു വരുന്ന ആശയങ്ങളിലൂടെ നന്മയുടെ വസന്തകാലം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ പദ്ധതികളാണ് ക്ലബ്ബ് നടപ്പാക്കുന്നത്. 1 കോടി രൂപയുടെ സ്നേഹമന്ദിരം സസ്റ്റൈനബിൾ കെയർ പ്രോജക്റ്റ്, സ്കൂളുകളിൽ ഇന്ററാക്ട് ക്ലബ് രൂപീകരണം, കോളേജുകളിൽ റൊട്രാക്ട് ക്ലബ് രൂപീകരണം, പ്യുവർ ലിവിംഗ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ അവയർനെസ് പ്രോഗ്രാം, റൈല ലീഡർഷിപ്പ് അവാർഡ്, വ്യക്തിത്വ നേതൃത്വ വികസന ക്യാമ്പ്, CPR ട്രെയിനിംഗ് പ്രോഗ്രാം, ട്രാഫിക് അവയർനെസ് പ്രോഗ്രാം, ക്വിസ് മത്സരങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെമിനാർ, റോബോട്ടിക് വർക്ക്ഷോപ്പ്, നവമാധ്യമ മത്സരങ്ങൾ, പരിസ്ഥിതി സൗഹൃദ പ്രോഗ്രാംസ്, ജനാധിപത്യവും ഇന്ത്യൻ ജുഡീഷ്യറിയും തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഈ വർഷം നടപ്പാക്കുന്നത്. 50ഓളം പ്രോജക്റ്റുകൾ ചെയ്യുന്ന ക്ലബ്ബുകൾ വളരെ വലിയ ക്ലബ്ബുകളാണ്. എനിക്ക് ഏറ്റവും നിർദ്ദേശിച്ച കാര്യം അദ്ദേഹം തന്നെ 1.1 crore ഗ്ലോബൽ ഗ്രാൻഡ് പ്രോജക്റ്റ് ഫാസ്റ്റ് അസിസ്റ്റന്റ് ഗവർണർ ജോസ് ബാങ്കിലായിട്ടുള്ള അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തിവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1 കോടി രൂപയുടെ ഗ്ലോബൽ ഗ്രാൻഡ് പ്രോജക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് എളുപ്പമുള്ള കാര്യമാണ്. ഡിസ്ട്രിക്ട് പക്ഷേ ഈ മോട്ടോടെ സമയത്ത് ആ പ്രോജക്റ്റ് ഈ വർഷം ജില്ല നടപ്പാക്കി കഴിയുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും വലിയ പ്രോജക്റ്റായിട്ട് ഗ്ലോബൽ ബാങ്കിൻ്റെ ചരിത്രത്തിൽ മോട്ടോടെ സമയത്ത് ഏറ്റവും വലിയ പ്രോജക്റ്റായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല.
ജിതിൻ കൊല്ലംകുടി പ്രസിഡന്റായും അഖിൽ വിശ്വനാഥൻ സെക്രട്ടറിയായും ജോസുകുട്ടി പൂവത്തുമുട്ടി ട്രഷററായും ചുമതലയേറ്റു. ജോസ് മാത്യു ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായും ചെറിയാൻ ജിജിആറായും തിരഞ്ഞെടുക്കപ്പെട്ടു. കട്ടപ്പന ലയൺസ് ക്ലബ്ബ് ഓഫ് ഗ്രീൻ സിറ്റി കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ പുതിയ വാർഡിന് കർട്ടൻ, കബോർഡ് എന്നിവ നിർമ്മിച്ചു നൽകി. 1 ലക്ഷം രൂപയുടെ പ്രവൃത്തികളാണ് ക്ലബ്ബ് ആശുപത്രിയിൽ നടത്തിയത്. കട്ടപ്പന ലയൺസ് ക്ലബ്ബ് ഓഫ് ഗ്രീൻ സിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ പുതിയ വാർഡിലാണ് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി നൽകിയത്. വാർഡിലെ ജനാലകളിൽ കർട്ടൻ, കബോർഡ് എന്നിവ നിർമ്മിച്ചു നൽകി. 1 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. ക്ലബിന്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ആശുപത്രിയിൽ സൗകര്യങ്ങൾ ഒരുക്കിയത്. ലയൺസ് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KB ഷൈൻകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യം നിലനിർത്തുക എന്നുള്ളത് സ്വയമേ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഡോക്ടർക്ക് ചെയ്യേണ്ടത് ഒത്തിരിയേറെ പേഷ്യൻസ് അവിടെ ഉള്ളതുകൊണ്ട് 1917 തുടങ്ങി 100 വർഷം കാഴ്ചയ്ക്ക് വേണ്ടി പോരാടി 101ാമത്തെ വർഷം മുതൽ മാനവരാശിയുടെ ആരോഗ്യമാണ് സമ്പത്ത് എന്ന് കണക്കാക്കി പൊതുസമൂഹത്തിൽ ആരോഗ്യ മേഖല മുതൽ പരിസ്ഥിതി സംരക്ഷണം വരെ ഏറ്റെടുത്ത് നടത്തുന്ന മഹത്തായ ഒരു പ്രസ്ഥാനമാണ് ലയൺസ് ഇന്റർനാഷണൽ. ആ ലയൺസ് ഇന്റർനാഷണലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ക്ലബ്ബ് തലങ്ങൾ. ആ ക്ലബ്ബില് ഹൈറേഞ്ച് ഭാഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ ക്ലബ്ബുകളിലൊന്നാണ് ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഗ്രീൻ സിറ്റി. ആ ഗ്രീൻ സിറ്റി ഇത്തരം പ്രവർത്തനം ഇപ്പോൾ അംഗനവാടിയുടെ ഒരു പ്രൊജക്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നത് 1 ലക്ഷം രൂപയുടെ കിച്ചൺ ഉപകരണങ്ങൾ ഗാന്ധിജി ഇസ്ലാം സ്കൂളുകളിൽ കൊടുത്തിട്ട് ഞങ്ങൾ വരുന്ന ഒരു വരവാണ്. വീണ്ടും 1 ലക്ഷത്തോളം രൂപ മുടക്കി ആസ്റ്റർ പോലെ അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ എറണാകുളത്തെ വലിയ വലിയ ഹോസ്പിറ്റലിലെ ഇന്റീരിയർ സ്ട്രക്ചർ പോലെ ഏറ്റവും മനോഹരമാക്കി ഇതിനെ ചെയ്ത ഈ പദ്ധതി ഈ പ്രോജക്ട്സ് ചെയ്ത ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഗ്രീൻ സിറ്റിക്ക് നിങ്ങളുടെ ഒരു നിറഞ്ഞ കൈയടി കൊടുക്കണം. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയായി. വൈസ് ചെയർമാൻ KJ ബെന്നി, ബിനോയ് വാലിമ്മൽ, അഡ്വക്കേറ്റ് ജോർജ് വേഴമത്തോട്ടം, ലൂക്ക ജോസഫ്, ലീലാമ്മ ബേബി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മൂന്നാർ ലക്ഷ്മി വിരിപാറയിലെ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. തിങ്കളാഴ്ച രാവിലെ പ്രദേശവാസികളാണ് പുലിയെ കണ്ടത്. ഇതോടെ പ്രദേശത്ത് കുടുംബങ്ങൾ ആശങ്കയിലായി. പ്രദേശവാസികൾ പുലിയുടെ ദൃശ്യം മൊബൈൽ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. തോട്ടം മേഖലയായ മൂന്നാർ ലക്ഷ്മി വിരിപ്പാറ മേഖലയിലാണ് തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെ പ്രദേശവാസികൾ പുലിയെ കണ്ടത്. തേയിലത്തോട്ടങ്ങളിൽ തൊഴിലെടുക്കുന്ന കുടുംബങ്ങളാണ് ഇവിടെ അധികവും. ഈ പ്രദേശത്താണ് ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ടായിട്ടുള്ളത്. പുലിയുടെ ദൃശ്യങ്ങൾ പ്രദേശവാസികൾ മൊബൈൽ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. ആളുകളുടെ ശബ്ദം കേട്ടതോടെ പുലി തേയിലത്തോട്ടത്തിലൂടെ ഓടിമറയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന ലയങ്ങൾക്ക് സമീപമുള്ള തേയിലത്തോട്ടത്തിലാണ് പകൽ സമയത്തും പുലിയുടെ സാന്നിധ്യമുള്ളത്. ഇതോടെ കുടുംബങ്ങൾ ആശങ്കയിലായി. പകൽ സമയങ്ങളിൽ തൊഴിലാളികൾ തോട്ടങ്ങളിൽ ജോലിക്ക് പോകുമ്പോൾ പല വീടുകളിലും കുട്ടികൾ തനിച്ചാണ് ഉണ്ടാകുന്നത്. ഇത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇതിനോടൊപ്പം തൊഴിലാളികൾ ജോലിക്കിറങ്ങേണ്ട തേയിലത്തോട്ടത്തിൽ തന്നെയാണ് പുലിയെ കണ്ടത്. ഇതും ആളുകളിൽ ഭീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിഷയത്തിൽ വനംവകുപ്പിന്റെ ഇടപെടലുണ്ടാകണമെന്നാണ് കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. നാളുകൾക്ക് മുമ്പ് വിരിപ്പാറ മേഖലയിൽ പാറപ്പുറത്ത് വെയിൽ കാത്തു കിടക്കുന്ന പുലിയുടെ ദൃശ്യവും പുറത്തു വന്നിരുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മാസ് എന്റർപ്രൈസസ് വണ്ടൻമേട് ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 149. വിൽപ്പനയ്ക്ക് വന്നത് 41,477. വിൽപ്പന നടന്നത് 41,119. കൂടിയ വില 2,941. ശരാശരി വില 2,369. കട്ടപ്പന കമ്പോളം. കുരുമുളക് 675. ഏലം കൂടിയ വില 2,200.
ഏലം ശരാശരി വില 1800, കാപ്പിപ്പരിപ്പ് 350, ഗ്രാമ്പു 975, കൊക്കോ 140, റബ്ബർ 190. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 6745 രൂപ, വെള്ളി ഗ്രാമിന് 99 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിന് മുമ്പിൽ നിക്ഷേപകർ രാപ്പകൽ സമരം ആരംഭിച്ചു. നിക്ഷേപ തുകയും പലിശയും തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് സഹകാരി കൂട്ടായ്മ സമരം ആരംഭിച്ചത്. മുൻഗണനാക്രമത്തിൽ നിക്ഷേപം തിരികെ നൽകുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ഭരണസമിതി. പരാധീനതകൾക്ക് നടുവിൽ ശ്വാസം മുട്ടി കട്ടപ്പന KSRTC ഡിപ്പോ. ആവശ്യത്തിന് ജീവനക്കാരുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിന് നടുവിൽ പ്രവർത്തിക്കുന്ന ഡിപ്പോയെ സംരക്ഷിക്കാൻ അധികൃതർക്കാകുന്നില്ല. പരിമിതികൾ പരിഹരിക്കാൻ നിരവധി വാഗ്ദാനങ്ങൾ ഉണ്ടാകുമ്പോഴും അവ വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നത് നഷ്ടമില്ലാതെ പ്രവർത്തിക്കുന്ന ഡിപ്പോയെ പ്രതിസന്ധിയിലാക്കുന്നതിന് കാരണമാകും. കാഞ്ചാറിലെ 110 kV ലൈനുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിൽ നടന്ന യോഗത്തിൽ തീരുമാനമായി. നിർദ്ദിഷ്ട 110 kV ലൈൻ കടന്നുപോകുന്ന നിലവിലെ റൂട്ട് പുനഃപരിശോധിക്കും. വണ്ടിപ്പെരിയാർ CHCയോടുള്ള അവഗണനകളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന റിലേ ഉപവാസ സമരം 8ാം ദിവസം പിന്നിട്ടു. ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം ACC അംഗം അഡ്വക്കേറ്റ് DM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.